മലയാള സിനിമയിൽ താരമൂല്യം എപ്പോഴും പ്രധാനമാണല്ലേ? ലോകത്ത് എല്ലായിടത്തും താരമൂല്യം പ്രധാനമാണ്. മലയാള സിനിമയിലൊന്നുമില്ല, ഹോളിവുഡ് സിനിമയിൽ പോലും തിയേറ്റർ കിട്ടണമെങ്കിൽ ഒരു ടോം ക്രൂസിനെ പോലെയുള്ള ഒരു സിനിമ ചെയ്യുന്ന ആൾക്കാർ ഇറക്കുന്ന സിനിമ പോലെയല്ല. നമുക്ക് അവരുടെ സിനിമകളല്ലേ അറിയുള്ളൂ. നിങ്ങൾ അല്ലാതെ അവിടുത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു 5 ആക്ടേഴ്സിനെ, ഞങ്ങളുടെ സ്റ്റേച്ചറിൽ നിൽക്കുന്ന 5 ഹോളിവുഡ് ആക്ടേഴ്സിൻ്റെ പേര് പറയും. ഒരാൾ പേര് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം താരമൂല്യമുള്ള പടങ്ങൾ മാത്രമേ എന്നും എവിടെയും പോകുന്നുള്ളൂ. പക്ഷേ ടോം ക്രൂസും ആദ്യത്തെ പടത്തിൽ ഡെബ്യൂട്ടൻ്റ് ആയിരുന്നു. ആ പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജിപിയുടെ അതായത് ആങ്കറിങ് വ്യത്യസ്തമായിട്ട് ഇപ്പം ആക്ടിങ്ങിലേക്ക് വരുമ്പം ഇത് രണ്ടും തമ്മിൽ എത്രത്തോളം ഡിഫിക്കൽട്ടാണ് ആക്ടിങ്? അല്ല, അങ്ങനെ ഡിഫിക്കൽട്ടായിട്ടും തോന്നിയിട്ടില്ല. ആങ്കറിങ് ഒരു തരം കലയാണ്, ആക്ടിങ് വേറൊരു തരം കലയാണ്. രണ്ടും ഞാൻ ഇഷ്ടപ്പെടുന്നൊരു കലയാണ്, അതുകൊണ്ട് രണ്ടും ചെയ്യുന്നു. എനിക്ക് രണ്ടും ഇഷ്ടമാണ്, രണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങളാണ്, രണ്ടും ഒരേപോലെ ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. നല്ല മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മലയാള സിനിമയിലെ മിക്ക നായികമാരും നായകന്മാരും ഒക്കെ ഇതെല്ലാം പഠിച്ച് ഓരോ മേഖലയിലെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ബിഗ് പ്രോജക്റ്റ് വരുന്നുണ്ടോ? മാർഷ്യൽ ആർട്സ് മാത്രമല്ല, നമുക്ക് എപ്പോഴും പഠിക്കാൻ കഴിയുന്നതോറും നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ നൃത്തം അറിയാം, മാർഷ്യൽ ആർട്സ് ഒരു സിനിമയ്ക്കായിട്ട് തന്നെയാണ് തുടങ്ങിയത്. അല്ലാതെ എനിക്ക് അങ്ങനെ അതിൽ എന്താ പറയുക, കുറച്ച് അങ്ങനെ നല്ല ഭയങ്കര ശക്തിയുള്ള ശരീരമൊന്നുമല്ല. പക്ഷേ സിനിമയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ചർച്ചകളും സംഭവങ്ങളും നടക്കുന്നു. അനൗൺസ് ചെയ്യാറായിട്ടില്ല. ചെയ്യുകയാണെങ്കിൽ അത് നടക്കട്ടെ, നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറയാം, പഠിച്ചത് ജീവിതത്തിന് എപ്പോഴും ഉപകാരപ്പെടുന്നു. ജീവിതത്തിൽ ഉപകാരം. ഞാനിത് ഓസ്ട്രേലിയക്ക് പോകുന്നതിന് മുമ്പ് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഭാഷിച്ചു പോകുന്നു. അങ്ങനെ എന്താ മാർഷൽ ആർട്സിൻ്റെ ആവശ്യം വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു തറപ്പിച്ചൊരു നോട്ടത്തിലോ അല്ലെങ്കിൽ നല്ലൊരു വാണിങ്ങിലോ നിർത്താവുന്ന പ്രശ്നങ്ങളെ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ആക്ഷൻ നായികയാകാനുള്ള പ്രിപ്പറേഷൻ ആണോ? ആക്ഷൻ അവിടെ ഒന്നുമില്ല, ഇല്ലല്ല. ഇതൊരു സിനിമയുടെ ഭാഗമായിട്ട് ഡയറക്ടർ പഠിക്കാൻ പറഞ്ഞു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിച്ചു എന്ന് പറയില്ല, ട്രൈ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ജെപി ചേട്ടാ, ഇനിയൊരു മലയാളത്തിലൊരു കഥാപാത്രം ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് കഥാപാത്രം ചെയ്യണമെന്നാണ് ആഗ്രഹം? ഇല്ല, അത് അങ്ങനെ ഞാൻ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം ചെയ്യണം അങ്ങനെയല്ല. എനിക്ക് ചാലഞ്ചിങ് ആയി തോന്നുന്ന എല്ലാം ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ കേൾക്കുന്ന കഥകളിൽ എഴുത്തുകാർ മറ്റുള്ള ആൾക്കാരായതുകൊണ്ട് എനിക്ക് അവർ വന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ എടുത്ത് ചെയ്യുന്നു, അല്ലാതെ ഇന്നത് ചെയ്യണം അങ്ങനൊരു സംഭവമില്ല. ജിപി എന്ന ഒരു ആക്ടറിനെ എപ്പോഴും ഇൻട്രസ്റ്റ് ഒരു കഥ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, എനിക്ക് ഈ കഥ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം, എൻ്റെ എലമെൻറ്റിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇൻട്രസ്റ്റ് ചോദിക്കുന്ന ഒരു എലമെൻറ്റ് എന്തായിരിക്കും? ഓരോ കഥയിലും ഓരോന്നാണ്. തമിഴിലെ കീ എന്നുള്ള കഥാപാത്രം ചെയ്യുമ്പോൾ അതൊരു ഇൻറ്റൻസ് സൈക്കോ വില്ലനായിരുന്നു. ആ സമയത്ത് എന്നെ ഒരാളും അങ്ങനെ കൺസീവ് ചെയ്തിട്ടില്ല, ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അതായിരുന്നു എൻ്റെ താല്പര്യം. മനോരാജ്യത്തിലെ മനു കേരളീയൻ എന്നുള്ള ഈ കഥാപാത്രം ചെയ്യുമ്പോൾ മലയാള സിനിമയിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ടും കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഉടനീളം ഉള്ള ഒരു ക്യാരക്ടർ ചെയ്യാനൊരു അവസരം കിട്ടിയപ്പോൾ അതായിരുന്നു എൻ്റെ ക്രൈറ്റീരിയ. ഷൂട്ട് ചെയ്യുന്നത് എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ്. അല്ല, അവിടുത്തേതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് ലൊക്കേഷന് പെർമിഷൻ കിട്ടാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ നമ്മുടെ നാട് ഒരുപാട് കണ്ടതുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലം നമുക്ക് കാണുമ്പോൾ ഉണ്ടാകുന്ന കൗതുകം വിഷ്വലിൽ വരാൻ സാധിക്കുന്നുണ്ട്. മറ്റു പിന്നെ വേറെ രസം എന്താണെന്ന് ചോദിച്ചാൽ രാത്രി 10 മണി വരെയൊക്കെ സൂര്യനുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ ചിത്രീകരിക്കാനുള്ള ഒരു സമയം കിട്ടുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം വൈകി എഴുന്നേറ്റാലും മതി. കാരണം 9 മണി 10 മണി കഴിഞ്ഞാലും സൂര്യൻ അസ്തമിക്കുന്ന ഒരവസ്ഥ വരാറില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ക്രൂസ് ഉണ്ടാവും ഇത് നാട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ. അവിടെ ഒരു പരിമിതിയുള്ള ആൾക്കാർ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു ഈ അഡ്ജസ്റ്റ്മെന്റ്? അല്ല, ഞാൻ അടിസ്ഥാനപരമായിട്ട് ഈ മേഖലയിൽ വന്ന് ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടാണ്. ഷോർട്ട് ഫിലിം ചെയ്യുന്നത് ഒരു ക്യാമറമാനും ഞാനും മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 17ഓളം ഷോർട്ട് ഫിലിം ചെയ്തതിന് ശേഷമാണ് സമീർ എന്ന് പറയുന്ന സിനിമ ആദ്യമായിട്ട് ചിത്രീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര ആൾ എന്നുള്ളതല്ല, ഈ ഫ്രെയിമിനപ്പുറം വൃത്തിയാക്കാൻ പരമാവധി ശ്രമിക്കുക. ആ ഒരു ക്ലാസ്സിലൂടെ വന്നതുകൊണ്ട് വലിയ ടെൻഷനൊന്നും തോന്നിയില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചിത്രീകരിച്ചത് കുട്ടൻ്റെ ഷിനിഗാമി എന്ന് പറയുന്ന ഇന്ദ്രൻ സേട്ടനും ജാഫറും നായകനായിട്ടുള്ള പടമാണ്. അതും വരാൻ പോകുന്നത്. അത് ഇതിനേക്കാൾ ക്രൗഡ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഫ്രെയിമിന് ഉള്ളിൽ എങ്ങനെയാണെന്ന് മാത്രമാണ് നോക്കുന്നത്. മറ്റേതൊക്കെ വിട്ടുവീഴ്ച നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു കാര്യം ഇടപെട്ടോട്ടെ, ഞങ്ങൾ മെൽബൺ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് ഇന്ന്.
അപ്പോൾ ടിക്കറ്റ് അവിടെ എയർപോർട്ടിലേക്ക് പോകേണ്ട സമയമായി. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ, കാരണം ഇനി അറ്റമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ നിങ്ങൾ എല്ലാവരും ചോദിച്ചതിൽ കുറേ പരിമിതികൾ ഉണ്ടായിരുന്നു. നമുക്കൊരു വലിയ ക്രൂ ഉണ്ടായിരുന്നില്ല. ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ട് പൂർണ്ണമായി ചിത്രീകരിക്കപ്പെട്ട സിനിമയാണ്. പക്ഷെ അതിനൊക്കെയുള്ള ഒരു റിവാർഡ് പോലെ, നിങ്ങൾക്ക് സന്തോഷം പോലെ മെൽബൺ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നമ്മളുടെ ഒഫീഷ്യൽ സെലക്ഷൻ കിട്ടി. ഈ 25-ാം തീയതിയാണ് സിനിമയുടെ വേൾഡ് പ്രീമിയർ. എല്ലായിടത്തും റിലീസ് ചെയ്യുന്ന ഓഗസ്റ്റ് 30-ാം തീയതിയാണ്. പക്ഷേ മെൽബൺ ഫിലിം ഫെസ്റ്റിവലിലാണ് ആദ്യമായിട്ട് സിനിമ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മൾ രണ്ടുപേരും പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സന്തോഷത്തിൽ കൂടിയാണ്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ടി എല്ലാവരും ചെയ്ത് കുറേ കാലത്തിന് ശേഷം ഞാനൊരു മലയാള സിനിമ ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു ഫലമായി കിട്ടിയൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇന്ന് രാത്രി അടുത്തൊരു 2 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഫ്ലൈറ്റ്. അതുകൊണ്ട് മാത്രമാണ്, കാരണം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ ഒരുപാട് ഇഷ്ടമുള്ളവരാണ് ഞങ്ങളൊക്കെ. നിങ്ങളാണ് ഞങ്ങളൊക്കെ സപ്പോർട്ട് വേണ്ടതും. 30-ാം തീയതി പടം റിലീസാണ്. അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അവിടെ പോയി തൊട്ടേ എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചോടി വരും. പോയി 2-3 ദിവസത്തിനുള്ളിൽ മെൽബൺ 25-ാം തീയതി പ്രീമിയർ കഴിഞ്ഞ് പിറ്റേ ദിവസം അപ്പത്തേക്ക് ഞങ്ങൾ തിരിച്ച് കയറും. അപ്പോൾ ഇവിടെ വന്ന് തീർച്ചയായിട്ടും പടം റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുക. ഒരു വലിയ സിനിമയൊന്നുമല്ല, നിങ്ങൾ പറഞ്ഞ പോലെ വലിയ ക്യാൻവാസിൽ വരുന്ന പടമല്ല, കുട്ടിപ്പടമാണ്. എന്തുകൊണ്ടാണത് ഓടാത്തത് ചോദിക്കുന്ന നിങ്ങളിൽ നിന്ന് ഞങ്ങൾ അത് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും വേണ്ടത് ചെയ്യുക. ഒരു സ്നേഹം കാണിച്ചാൽ മതി. ഇഷ്ടപ്പെട്ടല്ലോ നിങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഈ പടം വിജയിക്കുന്ന ഉറപ്പാണ്. കാരണം അതിഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല. വൃത്തിയും വെടുപ്പിലും ഒരുവിധം അവിടുത്തെ സാഹചര്യം വെച്ചിട്ട് അയ്യേന്ന് പറയാത്ത രീതിയിൽ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട് മാക്സിമം. അപ്പോൾ അതുകൊണ്ട് അത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം പബ്ലിസിറ്റി കൊടുത്തിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കണം. തീർച്ചയായും മലയാളികൾ നല്ല സിനിമകൾ ഒരിക്കലും കൈവിട്ടിട്ടില്ല. മനോരാജ്യം മലയാളികളുടെ മനോരാജ്യമായി മാർക്ക് ആശംസിക്കുന്നു. താങ്ക് യു.